മഴക്കാല ഓർമ്മകൾ എന്ന് പറയുന്നതേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവില്ലേ. ഇതേ കണ്ടെന്ന് 2 വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന കാഴ്ച കേട്ടോ. ഞാൻ കുറച്ച് സമയം അവരങ്ങനെ നോക്കി നിന്നേ. ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അധിക ദൂരം ഒന്നും ബൈക്കിൽ പോകാൻ പറ്റില്ല കേട്ടോ, കാരണം അത്രയും ശക്തമായിട്ടുള്ള മഴയാണ്. പോകുന്നിടക്ക് കണ്ടൊരു കോറി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ധാരാളം അമ്പലപ്രാക്കളും അവരങ്ങോട്ടും ഇങ്ങോട്ടും പറന്നിടക്കുന്ന കാഴ്ചകൾ കുറച്ച് സമയം അത് ആസ്വദിക്കാനും സാധിച്ചു കേട്ടോ. പിന്നീട് മുൻപോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ പഴയൊരു കാവ് കാണാൻ സാധിച്ചു. ഇന്ന് കാവ് കാര്യങ്ങളൊന്നും നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ. എൻ്റെ ഇടയിൽ നമ്മുടെ ജിതിനുണ്ടായിരുന്നു. അവൻ ഞാൻ മഴയത്ത് കയറിക്കുന്നുണ്ട്, അവൻ എന്നെ കണ്ടു, അവൻ എൻ്റെ അടുത്ത് വന്നു കേട്ടോ. ശേഷം അവനോട് കുറച്ച് സംസാരിച്ചു. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വൈകുന്നേരം പോവാ. അപ്പോഴും നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കുറച്ച് സമയം മാത്രമേ മാറ്റി നിൽക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു നായ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം സ്ട്രൈറ്റ് ആയിട്ട് മാത്രമേ മൂപ്പര് ക്രോസ് ചെയ്യുള്ളൂ. അപ്പോൾ ധാരാളം വാഹനങ്ങൾ പോകുന്നുണ്ട്, ആരും തന്നെ നിർത്തി കൊടുക്കുന്നില്ല കേട്ടോ, കാരണം അതിൻ്റെ ഭാഷ ആർക്കും അറിയില്ലല്ലോ. എന്താണെങ്കിലും നമ്മുടെ ചാലിയാറ് നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, വെള്ളമൊക്കെ നല്ല കലങ്ങി, എന്താ പറയുക, അത്ര ഒഴുക്കോട് കൂടിയിട്ടാണ് പോകുന്നത്. ചൂരൽമലയിൽ ഉരുള് പൊട്ടിയെന്നും അവിടെ മഴയുടെ ശക്തി കാരണമാണ് വെള്ളം വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിൽ ഒന്നും വരാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. നല്ല നമ്മുടെ പാലത്തിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കലങ്ങി മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഞങ്ങൾ വിചാരിച്ചാണ് രാത്രി സമയത്ത് വെള്ളം എന്താണ് റോഡിലേക്ക് കയറുന്നത്. പറഞ്ഞ പോലെ തന്നെ റോഡൊക്കെ മൂടി തുടങ്ങി കേട്ടോ. മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് പരിചിതമായിരിക്കൂലേ. അവിടെ ചുറ്റുപാടുള്ള ആളുകളുടെ നമ്പറും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് വാങ്ങി വെക്കാൻ കേട്ടോ. കാരണം പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും ഒരിക്കലും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. വയനാട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം എൻ്റെ നാടിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റോഡൊക്കെ ധാരാളം വെള്ളം വന്ന് മൂടിയിരിക്കുകയാണ്. ഇവിടെ കുഴികളുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് ആർക്കും അറിയാൻ പറ്റില്ല. കാരണം പുറത്തുനിന്ന് വരുന്ന ധാരാളം ആളുകൾ ഇതിലൂടെ പോകുന്നത് കൊണ്ട് വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ബൈക്കും കാര്യങ്ങളും ഓടിച്ചു പോകുന്ന ആളുകൾ അത്രയും അവിടെ പരിചിതമായിട്ടുള്ള ആളുകളാവണം കേട്ടോ. പുറത്തുനിന്നൊരു ആളുകൾ വന്ന് വെള്ളം കണ്ട് അതിലൂടെ വന്ന് എന്താ പറയുക, പെട്ടെന്ന് എടുത്ത് ചാടരുത്. അത് വലിയൊരു അപകടത്തിലേക്കാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുള്ള വെള്ളം പെട്ടെന്ന് കയറുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും അവിടുത്തെ അവസ്ഥകളൊക്കെ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും, എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവിടെ നമ്മളാണ് പ്രവർത്തിക്കുന്നത്. മഴയുടെ ശക്തി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയോര പ്രദേശത്തും മറ്റും താമസിക്കുന്ന ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള രാത്രി യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഈ ഒരു സാഹചര്യത്തിൽ. എന്തിനാണെങ്കിലും ഇതിന് മുൻകാലങ്ങളിൽ ദുരന്തങ്ങളുണ്ടായ പല സ്ഥലങ്ങളും ഉണ്ട്. അവിടെ ഇന്ന് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അവരോടൊക്കെ മാറി താമസിക്കാനും അല്ല സംവിധാനങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു തുടങ്ങുക കേട്ടോ. എന്താണ് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്പരം അറിയുന്നതും എപ്പോഴും നല്ല തന്നെയാണ് കേട്ടോ.